ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോരോ മനസ്സമാധാന കുറവുകൾ, ദുഃഖങ്ങൾ, ഓരോ ഒന്നിനെ പറ്റിയിട്ടുള്ള ചിന്തകൾ, പലവിധ ആകുലതകൾ, വിഷമങ്ങൾ, സന്താനങ്ങളെ പറ്റിയും കുടുംബത്തെ പറ്റിയും ധനത്തെ പറ്റിയും അതുപോലെ തന്നെ തൊഴിലിനെ പറ്റിയും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സമ്മർദ്ദങ്ങളും ഒക്കെ വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മൾക്ക് എന്തോ ബാധിച്ചിട്ടുണ്ട് എന്നൊരു തോന്നൽ വരും. ഇപ്പോൾ സാധാരണയായിട്ടുള്ള ഒരു കുടുംബത്തിൽ സാധാരണഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതായത് സാധാരണഗതി എന്ന് വെച്ച് പറഞ്ഞാൽ സുഖവും ദുഃഖവും എല്ലാം കലർന്നതാണ് ജീവിതം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എല്ലാം എപ്പോഴും സുഖമായി കഴിയണം എന്ന് നിർബന്ധമില്ല, എപ്പോഴും ദുഃഖിച്ച് കഴിയണം എന്നുള്ളതും നിർബന്ധമില്ല. അപ്പോൾ ദുഃഖങ്ങൾ പലപ്പോഴായി വരും. സമാധാന ജീവിതം 160% സമാധാനം കിട്ടിയാലേ ജീവിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾക്ക് ജീവിതം അസഹനമായിട്ട് തോന്നും. ഒരു സമാധാനപരമായിട്ടുള്ള കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ 5 പേരോ 6 പേരോ എന്ന് വയ്ക്കാം, ചിലപ്പോൾ 4 പേരേ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാലും ആ കുടുംബത്തിൽ സന്തോഷകരമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഏകദേശം കുറേ വർഷങ്ങളായിട്ട് ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കടന്നു വരിക. പ്രശ്നങ്ങൾ എന്ന് വെച്ച് പറഞ്ഞാൽ കുടുംബത്തിൽ വഴക്കുകൾ ഉണ്ടാവുക, വർത്തമാനങ്ങൾ തമ്മിലുള്ള ഉരസലുകൾ ഉണ്ടാവുക, സന്താനങ്ങളെ പറ്റിയോ കുടുംബത്തെ പറ്റിയോ ധനത്തെ പറ്റിയോ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുക, മനസമാധാനം നഷ്ടപ്പെടുക. അങ്ങനെയുള്ള ജീവിതത്തിലോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ നമ്മൾക്ക് രോഗബാധ വരിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കയറി വരിക, വിദ്വേഷങ്ങൾ വരിക, മാനസിക സംഘർഷങ്ങൾ വരിക. ഇങ്ങനെയെല്ലാം ഓരോന്ന് കടന്നു കൂടുമ്പോൾ നമ്മൾ പ്രത്യേകപരമായി ചിന്തിക്കും. കടന്നുപോയ കാലങ്ങളെ പറ്റി ചിന്തിക്കും. നമ്മൾക്ക് എന്തു പറ്റി, എന്താ ഇങ്ങനെ? ദൈവവിശ്വാസമുള്ളവരാണെങ്കിലും ജാതകത്തിൽ വിശ്വാസമുള്ളവരാണെങ്കിലും ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കും. നമ്മുടെ ദശാകാലം എങ്ങനെയുണ്ട്, ജാതകത്തിൽ വല്ല ദോഷങ്ങളും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ പരിശോധിക്കുമ്പോൾ ജാതകത്തിൽ കുഴപ്പമൊന്നുമില്ല, സാധാരണഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ജ്യോത്സ്യനെ കണ്ടിട്ടായിരിക്കും നമ്മുടെ ജാതകം പരിശോധിക്കുന്നത്. അപ്പോൾ അയാൾ ജാതകം പരിശോധിച്ച് കഴിഞ്ഞ് ജാതകത്തിൽ യാതൊരുവിധ ദോഷങ്ങളും കാണുന്നില്ല, ജാതകവും ദശാകാലവും അപഹാരനാഥന്മാരും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അപഹാരങ്ങളും വലിയ കുഴപ്പമില്ലാത്തതാണ് എന്ന് വന്ന വ്യക്തിയോട് പറയുകയും ആ വ്യക്തി പറയുകയാണ് നമ്മുടെ വീട്ടിനെ പറ്റിയോ, കാരണം ഇതുവരെ ജീവിച്ചു വന്ന സിറ്റുവേഷനിൽ ജീവിച്ചു വന്ന വീടാണ്, വീട്ടിന് എന്ത് ദോഷം വരാനാണ്. അപ്പോൾ എന്നാൽ വീട്ടിനെ പറ്റിയോ കുടുംബത്തിനെ പറ്റിയോ എന്തെങ്കിലും നമ്മൾക്ക് പ്രശ്നങ്ങളുണ്ടോ എന്നറിയണം. അപ്പോൾ ശരിക്കും ഒരു ഗുരുനാഥൻ എന്ന് സങ്കല്പിക്കുന്നതും ദൈവത്തിനായി സങ്കല്പിക്കുന്നതും ആയിട്ടുള്ള ജ്യോത്സ്യൻ അയാളുടെ കബടി നിരത്തി ഉപാസനമൂർത്തികളെ സാക്ഷി നിർത്തിയും അവർ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ സാക്ഷി നിർത്തിയും പ്രശ്നം രാശി വെച്ച് നോക്കുമ്പോൾ കിട്ടിയ രാശിക്കനുസരിച്ച് ഫലം പറയും. അപ്പോൾ പ്രശ്നമാർഗത്തിൽ തന്നെ, അതായത് ജ്യോതിഷത്തിൽ പ്രശ്നമാർഗത്തിൽ തന്നെ പറയുന്നുണ്ട്, അറിയാതെ പോകും നിങ്ങൾക്ക് ചില ബാധകൾ കൂടിയിട്ടുണ്ട് എന്ന് പറയും. എന്ത് ബാധയാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പലവിധ ബാധകളുണ്ട്. നമ്മൾക്ക് ഇവിടെ എടുത്തു പറയുന്ന ഒരു ബാധ എന്ന് പറയുന്നത് ശത്രുബാധ എന്ന് പറയുന്നത്, ശത്രുക്കളുടെ ബാധ. ശത്രുക്കൾ വല്ല ആഭിചാരങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാവും ആഭിചാരം എന്താണെന്നുള്ളത്. ഇനിയിപ്പോൾ പഴയ കാലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഗൂഢോത്രം എന്നാണ് അതിന് പറയുന്നത്. പുതിയ തലമുറയ്ക്ക് പറയുമ്പോൾ ബ്ലാക്ക് മാജിക് എന്നും പറയും. അന്ധകാരം, ഇരുട്ടിൽ സംഭവിക്കുന്നത് എന്തോ, അല്ലെങ്കിൽ കറുത്ത രൂപം വെച്ച് എന്തോ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരുപാട് ബ്ലാക്ക് മാജിക് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല പുറം രാജ്യങ്ങളിലും ചൈനീസ് ജ്യോതിഷ ശാസ്ത്രത്തിലും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മൾക്ക് എങ്ങനെയെല്ലാം ഈ ഗൂഢോത്രം അല്ലെങ്കിൽ ആഭിചാരം ബാധിക്കും എന്നതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതം താളം മറിയുക. അതായത് ഒരു നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് അസുഖം പിടിപെട്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ സമയത്ത് അസുഖത്തെ പറ്റിയുള്ള വിവരണങ്ങൾ വിവർത്തിക്കുമ്പോൾ അസുഖം ഇന്നതാണ് എന്ന് പറയുകയും അത് ചിലപ്പോൾ വയറുവേദനയാവാം, തണ്ടല് വേദനയാവാം, ഇടുപ്പ് വേദനയാവാം, തലവേദനയാവാം, കാലുവേദനയാവാം. ടെസ്റ്റുകളെല്ലാം എഴുതി
അല്ലെങ്കിൽ മരുന്നെല്ലാം കൊടുത്ത് ഒരാഴ്ചയ്ക്കുള്ളോ അല്ലെങ്കിൽ ഒരു കോഴ്സുകളോ എല്ലാം കഴിച്ചു കഴിയുമ്പോൾ അത് വീണ്ടും മാറുന്നില്ല ഡോക്ടറെ സമീപിക്കുമ്പോൾ അയാൾ പ്രത്യേകപരമായിട്ടുള്ള ടെസ്റ്റുകളും മറ്റുള്ളതെല്ലാം ചെയ്യും. ആ ടെസ്റ്റിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് ആ കണ്ടുപിടുത്തത്തിലൂടെ അയാൾക്ക് മരുന്ന് നിർദ്ദേശിക്കുകയും അല്ലെങ്കിൽ രോഗം ഇന്നതാണ് എന്ന് പറയുകയും ചെയ്യുന്ന അതുപോലെയാണ് ജ്യോതിഷശാസ്ത്രത്തിലും അയാൾക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബാധയേറ്റിട്ടുണ്ട്, ശത്രുക്കൾ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ശത്രുക്കളുടെ ബാധ നിങ്ങൾക്ക് നന്നായി ബാധിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം തന്നെ എങ്ങനെ ബാധിച്ചു എന്താണെന്നുള്ള പറയും. പല വിധത്തിൽ ബാധ വരാം. അതായത് വന്നിട്ട് സ്വത്ത് തർക്കം, ഒരു കുടുംബത്തിൽ സ്വത്ത് തർക്കമുണ്ടായി. അതായത് ചിലപ്പോൾ 4-5 വർഷം മുമ്പായിരിക്കും ചിലപ്പോൾ അതുണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സമീപകാലത്തായിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒരു വർഷത്തിനുള്ളിലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ 6 മാസമായിരിക്കും. അപ്പോൾ ആ സ്വത്ത് തർക്കത്തിൽ ജ്യേഷ്ഠ അനുജന്മാരായിരിക്കും ചിലപ്പോൾ സ്വത്ത് തർക്കത്തിൽ ചിലപ്പോൾ വളർന്നത്. അതായത് പൂർവിക സ്വത്ത് പങ്കുവെക്കുന്ന സമയത്ത് ഓരോ ഷെയർ ഇന്ന ആൾക്ക് എന്ന് പറയുന്ന സമയത്ത് ചിലവർക്ക് കിട്ടാത്തതും ചിലവർക്ക് കിട്ടിയതുമായിട്ടുള്ള പങ്കുകളുണ്ട്. എന്നിരുന്നാലും അവർ സാഠ്യം പിടിക്കും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ്. അങ്ങനെയുള്ള ഓരോരോ വഴക്കുകൾ മൂത്ത് അത് വൈരാഗ്യമായി, അതായത് വിദ്വേഷമായി മാറി മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം വൈരാഗ്യം മൂത്ത് വരുന്ന സമയത്ത് പെട്ടെന്നുണ്ടാകുന്ന ഒരു ക്ഷോഭത്തിൽ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ആഭിചാരം എന്ന് പറയുന്നത്. ദുർമന്ത്രവാദം ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പണ്ട് കാലത്താണ് ഇതുപോലുള്ള ഗുരുതി എന്ന് വെച്ച് പറഞ്ഞാൽ മനുഷ്യക്കുരുതിയും മൃഗങ്ങളെ ബലി കൊടുക്കുകയും എല്ലാം ചെയ്യുന്നത്. ഇപ്പോഴും മൃഗങ്ങളെ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. കോഴിയായിക്കോട്ടെ, ആടായിക്കോട്ടെ, പന്നിയായിക്കോട്ടെ, അങ്ങനെയുള്ള മൃഗങ്ങളെ കൊടുക്കാറുണ്ട്. അതായത് പോത്തിനെ ബലി കൊടുക്കാറുണ്ട്. ബലിപെരുന്നാൾ എന്ന് പറയുന്നത് തന്നെ അതിനെ ഒരു ആസ്പദപരമാക്കിയിട്ടാണ് എന്നുള്ളതാണ് ഉപയോഗിക്കാവുന്നത്. അങ്ങനെയുള്ള ഇതെല്ലാം ബലി കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ബലി കർമ്മങ്ങൾ കൊണ്ട് പ്രാചീനപരമായിട്ടുള്ള ചിന്തകളിൽ ചില ധർമ്മദൈവ പൂജാദികൾക്കും ഇതേമാതിരി മൃഗങ്ങളെ, പക്ഷികളെ ബലി കൊടുക്കാറുണ്ട്. കോഴികളെയോ ആട്ടിനെയോ അല്ലെങ്കിൽ പോത്തിനെയോ പറഞ്ഞ പന്നിനെയൊക്കെ ബലി കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ബലികർമ്മങ്ങളിലൂടെ ആഭിചാരം നടത്തുന്നവർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് പറയാം. ദുർമന്ത്രവാദം എന്നാണ് പറയുക. അതായത് ക്ഷുദ്രകർമ്മങ്ങൾ പറയും. അതുപോലെ തന്നെ തകിട്ടിലോ ഇരുമ്പ് തകിട്ടിലോ അല്ലെങ്കിൽ ചെമ്പ് തകിട്ടിലോ അല്ലെങ്കിൽ ഈയത്തകിടിലോ വെള്ളിത്തകിടിലോ എല്ലാം മാന്ത്രികപരമായിട്ടുള്ള മന്ത്രങ്ങൾ എഴുതി ഒരു കുടത്തിലോ ഒരു കുപ്പിയിലോ ആക്കി അത് ഏതാണോ ശത്രു, ആ ശത്രുവിൻ്റെ ഭവനത്തിൽ മണ്ണിൽ കുഴിച്ചിടുക, ആരും അറിയാതെ. അത് പിന്നീട് അവർക്ക് തന്നെ ദോഷമായി വരിക, ആ ഭവനത്തിലുള്ളവർക്ക് ദോഷമായി വരിക, ഇങ്ങനെ വരാറുണ്ട്. അതുകൂടാതെ വർത്തമാനത്തിലൂടെ വൈരാഗ്യം വരാനുള്ള സാധ്യതയുണ്ട്. വർത്തമാനം വെച്ച് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്വത്ത് തർക്കം മൂത്ത് കഴിഞ്ഞ് അതുപോലെ തന്നെ അതിർത്തി തർക്കങ്ങൾ വരാറുണ്ട്. അതിർത്തി തർക്കം വെച്ച് പറഞ്ഞാൽ തൊട്ട അയൽവത്ത് താമസിക്കുന്നവർക്ക് ചിലപ്പോൾ ഈ അതിർത്തി തർക്കം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്താണ് മതിലുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം വന്നത്. പഴയ കാലത്തിൽ ഒരു വേലി പോലും ഇല്ലാതെ ഒരു അകൽച്ചയിലുള്ളതാണ്. അങ്ങനെയുള്ള അവിടെ അവർ അതിർത്തി പങ്കിടുന്ന സമയത്ത് ഇത് എൻ്റെ അതിർത്തിയാണ്, നിൻ്റെ അതിർത്തിയാണ് എന്നുള്ള ഒരു സങ്കോചം വന്ന് ചില മരങ്ങളായിരിക്കും ചിലപ്പോൾ സാക്ഷിയായിട്ടുള്ളത്. ഈ മരം നിങ്ങൾ ഈ മരം ഞങ്ങൾ കാണുന്നത്. ചിലപ്പോൾ ഒരു ചെടിയായിട്ടായിരിക്കും അത് വരുന്നത്. പക്ഷെ അത് പിന്നീട് നല്ല ഭീമ മരമായിട്ട് മാറുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇല്ല അതിരിക്കും. ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ വന്നു കഴിഞ്ഞ് വന്നാൽ തീർച്ചയായിട്ടും ആഭിചാരം ദോഷം ഉണ്ടാവും. അതിനെ ആദ്യം ആരാണോ സാഠ്യം പിടിക്കുന്നത്, ഭൂമിയല്ലേ കുറച്ച് പോയാൽ പോട്ടെ എന്ന് വിചാരിക്കുന്നവരുമുണ്ട്. അതല്ല, ഒരു തുണ്ട് ഭൂമി പോലും വിട്ടുകൊടുക്കില്ല എന്ന് ഭയങ്കരമായിട്ടുള്ള സാഠ്യത്തോടു കൂടി നിൽക്കുന്നവരുണ്ട്. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ആയുധങ്ങൾ എടുക്കാനും മടിക്കാത്തവരുണ്ട് എന്നുള്ളത് പഴയ കാലത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഭൂമി തർക്കം മൂലം ശരിക്കും ഭൂമി ദേവിക്കാണ് ക്ഷമകേടെന്നാണ് പറയുന്നത്. അങ്ങനെ അത് ഭയങ്കര ദോഷമാണ്. ശരിക്കും ഭൂമി ദോഷം എന്ന് വെച്ച് പറഞ്ഞാൽ ഭയങ്കര ദോഷമായിട്ടുള്ള കാരണം ഭൂമി നിമിത്തമാണ് നിങ്ങൾക്ക് ഈ ആഭിചാര ദോഷം ഉണ്ടായിരിക്കുന്നത്. എന്തെങ്കിലും ഭൂമി തർക്കം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ ആലോചിച്ച് നോക്കിയിട്ട് ഉണ്ട് എന്നുള്ളത് വിവരമായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അങ്ങനെ ആഭിചാരം വരാം. പിന്നെ ഞാനോ നീയോ എന്നുള്ള ഒരു തർക്കം വരും. ഇപ്പോൾ ഒരു കുടുംബത്തിൽ ജ്യേഷ്ഠാന്യന്മാർ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഭാര്യമാർ തമ്മിൽ, അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന സഹോദരി തമ്മിൽ വാക്ക് തർക്കം ഉണ്ടാവുക,
അല്ലെങ്കിൽ ചേച്ചി അനിയത്തുമായിട്ട് വാക്ക് തർക്കം ഉണ്ടാകുക, അങ്ങനെയുള്ള വാക്ക് തർക്കങ്ങൾ മൂത്ത് ശോഭമൂത്ത് വൈരാഗ്യമൂർത്ത് അവർ പറയുന്ന വാക്കുകൾ ശപിക്കുന്ന വാക്കുകളുണ്ടാവും. ആ വാക്കിൽ നാവിൻ്റെ ശക്തി കൊണ്ട് ആഭിചാരം സംഭവിക്കാം. അങ്ങനെയുള്ള ആഭിചാരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് സംബന്ധമായിട്ടുള്ള ദേവാലയങ്ങളുണ്ട്. പ്രൈവറ്റ് എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലല്ലാത്ത പ്രൈവറ്റ് സംബന്ധമായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങൾ, യക്ഷി ക്ഷേത്രങ്ങൾ, യക്ഷിനെ പൂജിക്കുന്നവർ, രക്തചാമുണ്ഡിനെ പൂജിക്കുന്നവർ, ഉപാസന ചെയ്യുന്നവർ, ഭദ്രകാളിയെ പൂജിക്കുന്നവർ, ഉപാസന ചെയ്യുന്നവർ, അവരെല്ലാം ഈ മാന്ത്രിക കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. എന്നിരുന്നാലും അവരുടെ ആ ചെയ്തു കൊടുക്കലിന് അവർ സ്വയം രക്ഷയായിട്ട് അവർ ചെയ്യാറുമുണ്ട് അതിനുള്ള പ്രതിവിധികൾ. അപ്പോൾ അവർ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ പാകത്തിൽ അവർ ചെയ്യുമ്പോൾ അതിന് ദക്ഷിണയായിട്ട് എന്തെങ്കിലും വായിക്കും, ഇല്ല എന്ന് പറയുന്നില്ല, വായിക്കും. അങ്ങനെ ബാധിച്ച് ചെയ്തു കൊടുക്കുന്ന പ്രക്രിയകളാണ് ഈ ബാധാദോഷമായിട്ടും ശത്രുബാധയായിട്ടും തോന്നുന്നത്. അത് തീരാ രോഗമായിട്ടും വരാം. അതുപോലെ തന്നെ മരണത്തിരിക്കും. ഒരു വീട്ടിൽ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും മരണങ്ങൾ നടക്കുക കുടുംബത്തിൽ. അപ്പോൾ കുടുംബത്തിൽ എന്തോ ബാധിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കും. അതിനെപ്പറ്റി ചിന്തിക്കുന്ന സമയത്തായിരിക്കും ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് പ്രശ്നം വെച്ച് നോക്കുന്നത്. ആ സമയത്തായിരിക്കും ഈ ശത്രുബാധ ദോഷം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ശത്രുബാധ ദോഷങ്ങൾ, അതുപോലെ തന്നെ വെറുതെ ഇരിക്കുന്ന ഒരു കലഹമൂത്ത് ഇരിക്കുന്ന ഒരാളെ ഉപദ്രവിക്കുക, അയാൾ ചെറിയ തെറ്റായിരിക്കും ചെയ്തിട്ടുണ്ടാകുക, പക്ഷെ അതിനുള്ള ശിക്ഷ ഭയങ്കര ക്രൂരമായിരിക്കും. അടിച്ച് കൊല്ലുന്ന വിധത്തിലായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. അയാളുടെ മനസ്സ് പെടഞ്ഞ് അയാൾ സഹികെട്ട് വിളിച്ചു, ദൈവമേ ഇവരെല്ലാം എന്നെ എന്താ ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് മനസ്സാൽ ശപിച്ചു കഴിഞ്ഞാൽ ആ ശാപം ചിലപ്പോൾ ഫലിക്കും. ചിലപ്പോൾ ഒന്നും അറിയാതെ ഇരിക്കുന്ന ഒരാളായിരിക്കും എല്ലാവരും തല്ലുന്നുകൊണ്ട് പോയി വീണ്ടും അയാൾ തല്ലുന്നത്. ചിലപ്പോൾ മദ്യലഹരിയിലായിരിക്കും പോയി തല്ലുന്നത്. മദ്യപിച്ച് ലെവൽ കെട്ടില്ലാതെ ഇരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ മദ്യപാനിയാണെങ്കിലും എന്താ അവിടെ സംഭവം നടക്കുന്നത്, അയാൾ എന്നത് ചെയ്തു, നേരെ പോയി എല്ലാവരും കൊടുക്കുന്നുണ്ട്, ഞാനും കൊടുത്തു വരണം, ഇനി വരാം. അപ്പോൾ തല്ലുന്ന ആൾ ശ്രദ്ധിക്കും, അനാവശ്യപരമായിട്ടുള്ള ആളുകളെല്ലാം നമ്മളെ തല്ലിയിട്ട് പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കും. അപ്പോൾ ആ മനസ്സിലുള്ള അയാളുടെ വേദന, സഹിക്കാൻ പറ്റാത്ത വേദന, ആ വേദനയാൽ അയാൾ മനസ്സൊന്ന് ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ബ്രെയിനിൻ്റെ ശക്തി കൊണ്ട് മനസ്സിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നശിച്ചു പോട്ടെ, എന്നെ ഈ ചെയ്യുന്നവർ എന്തായാലും നശിച്ചു പോട്ടെ എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ അയാളുടെ മനസ്സ് അറിയാതെ വേദനിക്കുക. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ദോഷം ഉണ്ടാകുന്നതിൽ യാതൊരുവിധ സംശയമില്ല. അങ്ങനെയാണ് ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു കൊലക്കുറ്റം ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ ഈ നിയമപ്രകാരം ഓരോ രാജ്യത്തും ഓരോ വിധമാണ്. അയാൾക്ക് മരണദണ്ഡന വരെ കൊടുക്കാറുണ്ട്. അതെന്താ കാരണം? അയാൾ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയാണ് കൊടുക്കുന്നത്. ചെയ്യാൻ പറ്റാതെ ചെയ്തു, അതിനുള്ള ദോഷത്തിനുള്ള ശിക്ഷയാണ് അയാൾക്ക് അനുഭവിക്കാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ കർമ്മങ്ങൾ അറിയാതെ ചെയ്യുന്നതാണ്. അതായത് മറഞ്ഞ് ഇരുന്ന് ചെയ്യുക എന്നാണ് പറയുന്നത്. ബ്ലാക്ക് മാജിക് എന്ന് പറയും. ബ്ലാക്ക് മാജിക് പറഞ്ഞാൽ അറിയാതെ ചെയ്യുക എന്നാണ് പറയുന്നത്. അറിയാതെ ചെയ്യുന്നതിന് ഇനി ബ്ലാക്ക് മാജിക് പറയും. അതുപോലെ തന്നെ അന്ധവിശ്വാസം ഇല്ലാത്തവർ പറയും ഇതെല്ലാം വെറും തട്ടിപ്പാണ് എന്ന് പറയും. പക്ഷേ ജ്യോതിഷം പഠിച്ചവർക്ക് ഇത് പറഞ്ഞേ പറ്റുള്ളൂ. ബാദേശ സാരിപേർ ഭുവനപതിർ ബാധകർഷേ ദിശ ഉദ്യോഗാവാ ദർശനം വാ പുനഃക്ഷേത്ര സംസ്ഥ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ബാധേശ സാരിപേ എന്ന് വെച്ച് പറഞ്ഞാൽ ബാധേശ സാരിപേർ ഭുവനപതിർ, ബാധകാധിപനായിട്ടുള്ള ഗ്രഹം 6ാം ഭാവമായിട്ടുള്ള ശത്രുസ്ഥാനത്തിലോ രോഗസ്ഥാനമായിട്ടുള്ള 6ാം ഭാവത്തിലോ നിന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ ഈ ആഭിചാരം കൊണ്ട് ദോഷമുണ്ടാവും. ചിലപ്പോൾ അസുഖങ്ങളുണ്ടാവും. ആഭിചാരം കൊണ്ട് അസുഖങ്ങളുണ്ടാവാറുണ്ട്, ദോഷങ്ങളുണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധികൾ ഈ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ, ഡോക്ടർ നിർദ്ദേശിച്ച പോലെ തന്നെ ഒരു ജ്യോത്സ്യൻ കൽപ്പിച്ചു കൊടുക്കണം എന്നുള്ളത് പറയുന്നത്. കൽപ്പിച്ചു കൊടുക്കുക പറഞ്ഞാൽ അയാൾ നോക്കിയ ദോഷത്തിന് അയാൾ തന്നെ മരുന്നെഴുതണം, പരിഹാരം കണ്ടെത്തണം. പരിഹാര കർമ്മങ്ങൾ ചിലപ്പോൾ അയാൾ തന്നെ ചെയ്തിരിക്കും, അല്ലെങ്കിൽ വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ അത് എന്താണ്, എങ്ങനെയാണ് ബാധിച്ച് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് ഡോക്ടറുടെ കടമയാണ്, അതായത് ജ്യോത്സ്യൻ്റെ കടമയാണ്. ജ്യോത്സ്യൻ ആ ബാധ എങ്ങനെ വന്നു, ഏത് വിധത്തിൽ വന്നു എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കറക്റ്റായിട്ടുള്ള നിർദ്ദേശപ്രകാരമുള്ള ക്രിയകൾ നമ്മുടെ കേരളത്തിൻ്റെ
ചരിത്രത്തിൽ നിയമപരമായിട്ട് ഉള്ള പൂജാതി കർമ്മങ്ങൾ, അതായത് ഇന്ന പൂജ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു ദോഷവുമില്ല, ആരും ചോദ്യം ചെയ്യാൻ വരില്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്ത് വന്നിരിക്കുന്ന ആൾ ധരിപ്പിച്ചു കൊടുക്കണം. അതല്ല, വന്നിരിക്കുന്ന ആൾ പറയും എന്നെ ഇങ്ങനെ ചെയ്തു പോയല്ലോ, അയാൾക്ക് എന്തായാലും തിരിച്ചടി ഒന്ന് കൊടുക്കണം എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ മിക്ക ജ്യോത്സ്യന്മാരും തിരിച്ചടി കൊടുക്കാൻ നിൽക്കാറില്ല. പകരം വന്ന ദോഷത്തെ, വന്ന രോഗത്തെ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് പറയുക. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരു പരിഹാരക്രിയ കറക്റ്റായിട്ട് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലസിദ്ധി ഉറപ്പാണ്. വീണ്ടും പഴയ അവസ്ഥയിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ മാനസിക നില തിരിച്ചു വരികയും രോഗങ്ങൾക്ക് ശമനം കിട്ടുകയും എല്ലാം ചെയ്തു വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ബാധകൾ പല വിധത്തിലുള്ളതുണ്ട്. ശത്രുബാധ ദോഷം പല വിധത്തിലുണ്ട്. ഞാൻ പറഞ്ഞില്ല, ദൃഷ്ടിദോഷങ്ങളുണ്ട്. ദൃഷ്ടിബാധ കണ്ണുകൊണ്ടുള്ള ബാധ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൊണ്ടുള്ള ബാധ, അങ്ങനെയുള്ള ബാധകൾ ഒരുപാട് ബാധകളുണ്ട്. ശത്രുബാധ, പ്രേതബാധ, ദൃഷ്ടിബാധ, അതുപോലെ മറ്റേ ആഭിചാര കർമ്മങ്ങൾ പല വിധത്തിലുണ്ട്. അതുപോലെ തന്നെയാണ് ധർമ്മദൈവ കോപം എന്ന് പറയുന്നത്. അതായത് കുടുംബദൈവ, പരദേവതാ ദേവത. പണ്ട് കാലത്ത് നമ്മളെല്ലാം പൂജിച്ചു വന്നിരുന്ന അമ്പലങ്ങളോ ക്ഷേത്രങ്ങളോ ദൈവാനുഗ്രഹങ്ങളോ, അല്ലെങ്കിൽ നമ്മുടെ മുത്തച്ഛന്മാരെ കുടിയിരുത്തിയിരിക്കുന്നവരായിട്ട് ഉള്ളവർ, അവരെ ദൈവമായി കണക്കാക്കുന്നവരോ, അങ്ങനെയുള്ള പരദേവത കോപം വരാനുള്ള കാരണമുണ്ട്. അങ്ങനെയും പലതും സംഭവിക്കാം. ഇവിടെ ഞാൻ പറയുന്നത് ശത്രുബാധ ദോഷം, അല്ലെങ്കിൽ ഋതുകൃതബാധദോഷം, അല്ലെങ്കിൽ ഗൂഢോത്രം, ഇത് എങ്ങനെ ബാധിക്കും, ഇതിനെ എങ്ങനെ നേരെയാക്കാം എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വിവരിച്ച് പോകുകയാണെങ്കിൽ ഒരുപാട് വിവരിച്ച് പറയാനുണ്ട്. ചുരുക്കി പറഞ്ഞതാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് പരിഹാര കർമ്മങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ ആ വന്ന വഴി എങ്ങനെ ബാധിച്ചു എന്ന് ആദ്യം കണ്ടുപിടിക്കണം. അല്ലാതെ കുറച്ച് സാമ്പ്രാണി പോച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ കുറച്ച് ധൂമങ്ങൾ പോച്ചത് കൊണ്ടോ, വേരുകൾ പോച്ചത് കൊണ്ടോ ഒന്നും ഈ ശത്രുബാധ മാറില്ല എന്നാണ് പറയുന്നത്. നല്ല ശത്രുബാധയാണെങ്കിൽ കഠിനപരമായിട്ടുള്ള അതിനുള്ള ക്രിയകൾ ചെയ്യേണ്ടി വരും. അതിന് ഒരുപാട് മാന്ത്രിക ശാസ്ത്രത്തിൽ തന്നെ ഒരുപാട് മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങളെല്ലാം ഓരോന്നും ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രതിവിധികൾ തീർച്ചയായിട്ടും ഫലം കണ്ടെത്തും എന്നതിൽ യാതൊരു സംശയമില്ല. സംശയ നിവാരണമായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം, സംശയം ചോദിക്കാം. എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോരോ ബാധകളും എങ്ങനെ വരാം. ഞാൻ നേരത്തെ പറഞ്ഞ ധർമ്മദൈവത്തിൻ്റെ ബാധ, ധർമ്മദൈവം ഏതാണെന്ന് അറിയില്ല, പരദേവത ഏതാണെന്നുള്ള അറിയില്ല. അതുപോലെ മരിച്ചുപോയ അതായത് പെട്ടെന്ന് മരിച്ചു പോകുന്നുള്ള ആത്മാക്കൾക്ക് ശാന്തി കിട്ടിയോ ഇല്ലയോ എന്നുള്ളത്, ഈ ആത്മാവിന് ശാന്തി കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ചർച്ചാവശ്യമാണ്. ഇതിനെല്ലാം ചർച്ച ചെയ്ത് തീർക്കാനുള്ളതുണ്ട്. അതിനെപ്പറ്റിയും ഉള്ള വീഡിയോകൾ അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഓരോരോ സംശയങ്ങൾ ഒരുപാടുണ്ട്. അതായത് ആത്മാക്കളുടെ ബാധ, പ്രേതബാധ എന്ന് പറയുന്നതിന്. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ ധർമ്മദൈവത്തിൻ്റെ കോപം, അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ദൃഷ്ടിബാധ ദോഷം, അതുപോലെ തന്നെ വാസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും കുഴിച്ചിട്ടതിൻ്റെ ദോഷം, അതൊക്കെ ആഭിചാരത്തിൽ തോന്നുന്നതാണ്. അതോട് പോകും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കർമ്മം പലവിധ ബാധാദോഷങ്ങളുണ്ട്. അതിനെപ്പറ്റി പിന്നീട് വിവരിക്കുന്ന. നമസ്കാരം.